നിന്റെ വീടിന് ചുറ്റും ദൈവം വേലി കെട്ടിയിട്ടുണ്ട്. ഒരാമയും വരുന്നില്ല. ഇനി അടുത്ത നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും. യാക്കോബ് ഒരിക്കൽ വീട് വിട്ടിറങ്ങിപ്പോയി. സ്തോത്രം. പോകുന്ന വഴിക്ക് സൂര്യൻ അസ്തമിച്ചു. ഒറ്റയ്ക്ക് കടന്ന് ഉറങ്ങുമ്പം ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം കേട്ടോ, ഭൂമിയിൽ നിന്ന് സ്വർഗം വരെ എത്തുന്ന ഒരു ഗോവേണി. അടുത്ത കേട്ടോ, അതിൽ കൂടെ ദൂതന്മാർ കയറുകയും. ഇതാണ് ഗോവേണിയെങ്കിൽ, യാക്കോബ് കിടക്കുന്നത് ഇവിടാണെങ്കിൽ, ദൂതൻ ഒരറ്റത്തൂടെ ഇറങ്ങി യാക്കോബിനെ ചുറ്റി മറ്റേ അറ്റത്തൂടെ കയറിപ്പോ. ഇങ്ങനെ ദൂതസഞ്ചയത്തിന്റെ കാവൽ ആ രാത്രി യാക്കോബ് അനുഭവിക്കുക. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പോരുമ്പം അലറി ഒഴുകുന്ന ചെങ്കടലിന്റെ കരയിൽ എത്തിയപ്പോൾ ഫറവോൻ തൊട്ട് പുറകെ വന്നു. അവിടെ ഒരു വാക്യമുണ്ട്, ഇസ്രായേൽ സൈന്യത്തിന്റെ മുമ്പിൽ നടന്ന ദൂതൻ പുറകിൽ വന്നു. മേഘസ്തംഭം പുറകിൽ വന്ന്. അടുത്ത കേട്ടോ, രാത്രി മുഴുവൻ മിസ്രൈമ്യർ ഇസ്രായേൽ മക്കളോട് അടുക്കാതെ വണ്ണം അവയുടെ മധ്യത്തിൽ വന്നു. അങ്ങനെയെങ്കിൽ ദൂത് പറയാ, ഒരു രാത്രിയുടെ 12 മണിക്കൂർ ശ്രമിച്ചാലും നിന്നോട് അടുക്കാൻ വയ്യാത്ത വലയം